ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് ആൻസർ കീ. 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8ൻ്റെ സെക്കൻഡ് ടേം പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് 3ൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസർ കീയും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫിസിക്സ് ആണ്. ഫിസിക്സ് കഴിഞ്ഞതും ഫിസിക്സിൻ്റെ ആൻസർ കീ, പിന്നീട് കെമിസ്ട്രി, ആ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതും അതിൻ്റെ ആൻസർ കീ, അതിനുശേഷം ബയോളജി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കീ. ഇങ്ങനെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഏത് ഭാഗത്തു നിന്നാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആ ഭാഗം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? രണ്ടാമത്തെ, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? ഇവ ഓരോന്നിൻ്റെയും ചാർജ് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ആറ്റം, ന്യൂക്ലിയസ്, അങ്ങനെ അതെല്ലാം നോക്കി വെക്കുക, ഉത്തരങ്ങൾ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, എർത്തിങ്ങിലൂടെ വസ്തുവിൻ്റെ ചാർജ് നഷ്ടമാകുന്നു. ഇതിന് കാരണം എന്താണ്? 3, പെട്രോൾ പമ്പുകളിൽ പെട്രോൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന നോസിലിൻ്റെ ഭാഗം എർത്ത് ചെയ്തിരിക്കുന്നതായി കാണാം. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? 4, നന്നായി എർത്തു ചെയ്യാത്ത മിന്നൽ രക്ഷാ ചാലകങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷകരമാണ്. കാരണമെന്ത്? 5, കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ സന്ദർഭങ്ങൾ എഴുതി ചേർക്കൂ. അപ്പോൾ ഇവിടെ സന്ദർഭങ്ങളൊന്നുമില്ല, കൂടുതൽ സന്ദർഭങ്ങൾ നിങ്ങൾ എഴുതുക, അതാണ് ചെയ്യേണ്ടത്. ഞാനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ്, എന്തിനാണ് ലൈറ്റ്നിങ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്? 7, സ്വാഭാവിക കാന്തങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. 8, പ്രവർത്തനവും നിരീക്ഷണവുമാണ്. പ്രവർത്തനം ഉത്തരധ്രുവങ്ങൾ അടുത്തു കൊണ്ടുവരുമ്പോൾ, നിരീക്ഷണം എന്താണ്? വികർഷിക്കുന്നു തന്നിട്ടുണ്ട്. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും അടുത്തു കൊണ്ടുവരുമ്പോൾ, ദക്ഷിണധ്രുവങ്ങൾ അടുത്തു കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് എഴുതുക. കാന്തങ്ങളുടെയാണ് കേട്ടോ. അപ്പോൾ കാന്തങ്ങൾ 2 ധ്രുവങ്ങൾ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ദക്ഷിണധ്രുവവും ഉത്തരധ്രുവവും അത് അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് മാറ്റി പിടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരേ വശങ്ങൾ പിടിച്ചാൽ, വ്യത്യസ്ത വശങ്ങൾ പിടിച്ചാൽ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് എഴുതേണ്ടത്. 9, വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാമോ? 10, വൈദ്യുത കാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങൾ എഴുതുക. 11, പച്ചിരുമ്പ് കഷ്ണം, അതേ വലുപ്പമുള്ള ഉരുക്ക് കഷ്ണം, കവചിത ചെമ്പുകമ്പി, ബാറ്ററി എന്നിവ അനുയോജ്യമായി ഉപയോഗിച്ച് ശക്തി കൂടിയ സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ബി, താൽക്കാലിക കാന്തം നിർമ്മിക്കുന്നതിനുള്ള മാർഗം നിർദ്ദേശിക്കുക. 12, എ, ബി ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ബി, ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? 13, തുറന്നു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. അപ്പോൾ 13 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ കീ നോക്കാം. 13 ചോദ്യം കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞു പോയത്. നിങ്ങൾ പൗസ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ആറ്റത്തിലെ പ്രധാന കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിലെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതാണെന്ന് ചോദ്യമുണ്ട്. അത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പിന്നീടുള്ള ചോദ്യം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ലാസ്റ്റ് ചോദ്യത്തിന് ഉത്തരം ഇതാണ് കേട്ടോ, ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. 2, എർത്തിങ്ങിലൂടെ വസ്തുവിൻ്റെ ചാർജ് നഷ്ടമാകുന്നതിൻ്റെ കാരണമാണ്. ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. അതിൻ്റെ വലുപ്പവും ചാലകതയും കാരണം ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. അതിൻ്റെ വലുപ്പവും ചാലകതയും കാരണം ഇലക്ട്രോണുകളെ യഥേഷ്ടം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഭൂമിക്ക് കഴിയും. ഇതിനാൽ ചാർജുള്ള വസ്തുക്കൾ എർത്ത് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു. 3, പെട്രോൾ പമ്പിന്റെ ചോദ്യമാണ്. പെട്രോൾ നിറയ്ക്കുമ്പോൾ ഇന്ധനവും നോസിലും തമ്മിലുള്ള ഉരസൽ കാരണം സ്റ്റാറ്റിക് വൈദ്യുതി ചാർജ് രൂപപ്പെടാം. ഈ ചാർജ് അടിഞ്ഞുകൂടുന്നത് തീപ്പൊരി ഉണ്ടാകുന്നതിനും അതുവഴി പെട്രോളിന് തീ പിടിക്കുന്നതിനും കാരണമാകും. നോസിൽ എർത്ത് ചെയ്യുന്നതിലൂടെ ഈ ചാർജ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അപകടം ഒഴിവാക്കുകയും ചെയ്യുന്നു.
4. മിന്നൽ രക്ഷാചാലകങ്ങൾ ശരിയായി എർത്ത് ചെയ്തില്ലെങ്കിൽ മിന്നൽ ഉണ്ടാക്കുന്ന വലിയ അളവിലുള്ള വൈദ്യുത ചാർജ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് വിടാൻ കഴിയില്ല. ഇത് ചാലകത്തിനു ചുറ്റുമുള്ള പ്രദേശത്ത് ഉയർന്ന വോൾട്ടേജ് സൃഷ്ടിക്കുകയും മിന്നൽ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ സമീപത്തുള്ള വസ്തുക്കളിലേക്കോ പതിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരിയായ എർത്തിങ് ഇല്ലാത്ത മിന്നൽ രക്ഷാചാലകം ഗുണത്തേക്കാളേറെ ദോഷകരമാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 4-ാമത്തെ 5-ാമത്തെ കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. MRI സ്കാനിങ്ങും ഹെഡ്ഫോണുകളിലൊക്കെ നമ്മൾ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 6-ാമത്തെ ലൈറ്റ്നിങ് റെസിസ്റ്റർ ആണ്. ഇതിൻ്റെ ഉത്തരം ഞാൻ ചോദ്യം വായിക്കുമ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ്നിങ് അറസ്റ്റർ എന്നുള്ള ലൈറ്റ്നിങ് റെസിസ്റ്റർ എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്നിങ് അറസ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്റർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. ഓക്കെ. മിന്നൽ രക്ഷാചാലകം കെട്ടിടത്തെ മുഴുവൻ മിന്നലിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ വൈദ്യുത സംവിധാനങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. വൈദ്യുതി സംവിധാനങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ. അടുത്തത് സ്വാഭാവിക കാന്തമാണ്. പ്രകൃതിയിൽ നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. ഇതിനൊരു ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ. ഈ ലോഡ് സ്റ്റോൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മുടെ കാന്തത്തിന്റെ ഉത്തരധ്രുവങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ, ഒരു ഉത്തരധ്രുവവും അടുത്ത ഉത്തരധ്രുവവും കൊണ്ടുവരുമ്പോൾ വികർഷിക്കും. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും അടുത്ത് കൊണ്ടുവരുമ്പോൾ ആകർഷിക്കുന്നു. ദക്ഷിണധ്രുവങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ വികർഷിക്കുന്നു. 10. നമ്മൾ വൈദ്യുത കാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉദാഹരണങ്ങളാണ് ഇലക്ട്രിക് ബെല്ലുകളും ലൗഡ് സ്പീക്കറുകളും. 11. വൈദ്യുത കാന്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടുക. കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല പരപ്പളവ്, അപ്പോൾ ഇതിൽ മാറ്റം വരുത്തിയാലും നമുക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി 11-ാമത്തെ ചോദ്യം 10-ാമത്തെ ചോദ്യമാണ് കേട്ടോ. ചോദ്യത്തിന്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്തതായതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പറുകൾ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഒന്നുകൂടി വായിക്കുന്നുണ്ട് കേട്ടോ. ശക്തി കൂടിയ സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ചെമ്പുകമ്പി ഉപയോഗിച്ച് വൈദ്യുത കാന്തം നിർമ്മിച്ച് ഉരുക്ക് കഷ്ണം കാന്തീകരിക്കുക. ഉരുക്ക് ഉയർന്ന കാന്തിക ശക്തിയുള്ള ഒരു വസ്തുവാണ്. ചെമ്പുകമ്പി ഉരുക്ക് കഷ്ണത്തിൽ ചുറ്റി ബാറ്ററി ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ ഉരുക്ക് കഷ്ണം ഒരു വൈദ്യുത കാന്തമായി മാറുന്നു. വൈദ്യുത പ്രവാഹം നിലച്ചാലും ഉരുക്കിന് അതിന്റെ കാന്തിക ശക്തി ദീർഘകാലം നിലനിർത്താൻ സാധിക്കും. അതിനാൽ ഉരുക്ക് കഷ്ണം ഉപയോഗിച്ച് ശക്തമായ സ്ഥിരകാന്തം നിർമ്മിക്കാം. ഇതിൽ ഉരുക്ക് മാത്രമല്ല, അവർ തന്നിരിക്കുന്നത് എന്താണ് അത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇരുമ്പിന്റെ കഷ്ണം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പച്ചിരുമ്പ് കഷ്ണം വെച്ചിട്ട് കേട്ടോ. താൽക്കാലികമായിട്ടാണെങ്കിൽ ചെമ്പുകമ്പി ഉപയോഗിച്ച് വൈദ്യുതകാന്തം നിർമ്മിച്ച് പച്ചിരുമ്പ് കഷ്ണം കാന്തീകരിക്കാം. പച്ചിരുമ്പ് താഴ്ന്ന കാന്തിക ശക്തിയുള്ള ഒരു വസ്തുവാണ്. ചെമ്പുകമ്പി പച്ചിരുമ്പ് കഷ്ണത്തിൽ ചുറ്റി ബാറ്ററി ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ പച്ചിരുമ്പ് കഷ്ണം ഒരു വൈദ്യുത കാന്തമായി മാറുന്നു. വൈദ്യുത പ്രവാഹം നിർത്തലാക്കുമ്പോൾ പച്ചിരുമ്പിന്റെ കാന്തിക ശക്തി പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ പച്ചിരുമ്പ് കഷ്ണം ഉപയോഗിച്ച് താൽക്കാലിക കാന്തം നിർമ്മിക്കാം. 12. ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന എന്തെല്ലാമാണ്? ദ്രാവക രൂപത്തിന്റെ ഉയരം, ദ്രാവകത്തിന്റെ സാന്ദ്രത. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. തുറന്നു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ നീരാവി പുറത്തു പോകാത്തതിനാൽ കുക്കറിനുള്ളിലെ മർദ്ദം കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസ്, 120 ആണ് ഇതിന്റെ കണക്ക് കേട്ടോ, 120 to 125 ആയി ഉയരുന്നു. ഈ ഉയർന്ന താപനിലയിൽ ഭക്ഷണം വേഗത്തിൽ വേവുന്നു. അപ്പോൾ ചില ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ ആൻസർ കീയിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരും അത് വന്ന് കമൻറ്റ് ചെയ്യരുത്. പെട്ടെന്ന് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പറിൽ ചില വ്യത്യാസം വന്നതാണ്. അപ്പം നമുക്ക് കെമിസ്ട്രി നോക്കാം. ഇനി കെമിസ്ട്രിയിൽ ആദ്യ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ലോഹങ്ങളെ വൈദ്യുത ചാലകത്തിന്റെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ഞാനിവിടെ തന്നിട്ടില്ല. ഇത് നമുക്ക് ആൻസർ കീ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. ഇത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറയാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. രണ്ടാമത്തെ ചോദ്യം, ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? 3. മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം എന്താണ്? മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്തുണ്ടാകുന്നതാണ് എഴുതേണ്ടത്. 4. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? 5. ABC കോളങ്ങൾ തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യണം. വെള്ളി, പ്ലാറ്റിനം, സ്വർണ്ണമാണ്. അതിൻ്റെ സവിശേഷതയും പ്രതീകങ്ങളും ഒന്ന് മാച്ച് ചെയ്ത് വരച്ചാൽ മാത്രം മതി. 6. നമുക്ക് ലോഹം, ആസിഡ്, രാസസമവാക്യം തന്നിട്ടുണ്ട്. ആ രാസസമവാക്യങ്ങളെ കറക്റ്റായിട്ട് എഴുതണം. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. Zn+2HCl gives ZnCl2+ എന്താണെന്ന് എഴുതണം കേട്ടോ. ഇവിടെ ഒരെണ്ണം കറക്റ്റായി തന്നിട്ടുണ്ട്. അങ്ങനെ തന്നതിൽ ലോഹം ഏതാണെന്ന് എഴുതണം. അപ്പോൾ ഈ ഡാഷ് തന്നിരിക്കുന്നതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. 7. ആസിഡുകളുടെ ഏതെങ്കിലും 4 പ്രത്യേകതകൾ എഴുതുക. 8. ആസിഡുകളുടെ പേരെഴുതുക. നാരങ്ങാനീര്, മോര് അല്ലെങ്കിൽ തൈര്, പുളി, വിനാഗിരി. ഇതിലെല്ലാം ഈ പുളിരുചിക്ക് കാരണമായ ആസിഡ് ഉണ്ട്. അതിൻ്റെ പേരുകൾ എഴുതുക. 9. നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്ര? pH മൂല്യം 7ൽ കൂടിയ ലായനികൾ ഏത് സ്വഭാവം കാണിക്കുന്നു? pH മൂല്യം 7ൽ കുറഞ്ഞ ലായനികൾ ഏത് സ്വഭാവം കാണിക്കുന്നു? നെക്സ്റ്റ് വരുന്നത് 10. നമ്മുടെ പുഴകളും തോടുകളും സമുദ്രങ്ങളും എല്ലാം മലിനീകരിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാവാം അതിനുള്ള കാരണങ്ങൾ? 10 ചോദ്യങ്ങൾ ഇത്രേ തന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യ ചോദ്യം ഞാൻ അവിടെ നിങ്ങൾക്ക് തരാൻ വിട്ടുപോയതാണ്. നമുക്ക് അതിന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആൻസർ കീയിൽ ചുവടെ നൽകിയിരിക്കുന്ന ലോഹങ്ങളെ വൈദ്യുത ചാലകത്തിന്റെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ആ ലോഹങ്ങൾ ഇതാണ് കേട്ടോ. വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം. അപ്പോൾ ഇതിൻ്റെ വൈദ്യുത ചാലകത കൂടി വരുന്ന ക്രമത്തിലാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ഏതിനാണ്? വെള്ളിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ചെമ്പ്, സ്വർണം, അലുമിനിയം. അപ്പോൾ ഇവിടെ അലുമിനിയം, ദെൻ സ്വർണം, ചെമ്പ്, വെള്ളി. വെള്ളിക്കാണ് കൂടുതൽ വരിക. അപ്പോൾ വൈദ്യുത ചാലകത കൂടി വരുന്ന ക്രമത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ, അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, സോണോറിറ്റി പ്രകടിപ്പിക്കുന്നില്ല, സാധാരണയായി താപചാലകങ്ങളല്ല. മൂന്നാമത്തെ ചോദ്യം, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് വരിക, 2Mg + O2 gives 2MgO. ഇനി ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ, ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നു, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു, ധനനഷ്ടം ഉണ്ടാകുന്നു. നമുക്ക് പൈസ നഷ്ടമാണല്ലോ ഈ സാധനങ്ങൾ നശിച്ചാൽ. 5. ABC കോളങ്ങളാണ്. വെള്ളി ഉയർന്ന വൈദ്യുത ചാലകത, Ag ആണ് കേട്ടോ പ്രതീകം. പ്ലാറ്റിനം ഉയർന്ന ഡക്റ്റിലിറ്റി ആണ്, PT ആണ് അതിൻ്റെ പ്രതീകം. സ്വർണം ഏറ്റവും ഉയർന്ന മാലബിലിറ്റി ആണ്, AU. ഓറം എന്നാണ് സ്വർണത്തിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ അത് AU ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പട്ടിക പൂർത്തിയാക്കാനാണ്. ആദ്യത്തെ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിൽ ഇവിടെ ആയിരുന്നു ഫില്ല് ചെയ്യേണ്ടത്, H2 ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ ബോക്സിൽ സിങ്ക് ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ബോക്സിൽ ആസിഡിൻ്റെ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിന്നെ H2 ഫില്ല് ചെയ്യുക. പിന്നീടുള്ള ബോക്സിൽ മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം, പിന്നെ രാസസമവാക്യം H2. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ആസിഡുകളുടെ 4 പ്രത്യേകതകളാണ്. പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. ആസിഡുകളുടെ പേരുകളാണ്: നാരങ്ങാനീരിൽ സിട്രിക് ആസിഡ്, മോറിൽ ലാക്റ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണ്. 9. നിർവീര്യ ലായനിയുടെ pH മൂല്യം. pHന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. pH മൂല്യം 7 ആണ്. 7ൽ കൂടിയതിനെ നമ്മൾ ആൽക്കലി എന്നും pH മൂല്യം 7ൽ കുറഞ്ഞതിനെ നമ്മൾ ആസിഡ് എന്നും പറയുന്നു. 10. പുഴകളുടെയും തോടുകളുടെയും ചോദ്യത്തിൽ നിന്ന് ആൻസർ: കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണകൾ, ഇതെല്ലാം പുഴയും തോടും എല്ലാം മലിനപ്പെടാൻ കാരണമാകാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബയോളജിയാണ്. അതിൽ ആദ്യ ചോദ്യം, 5 കിങ്ഡം വർഗീകരണം എന്നാൽ എന്ത്? വിശദീകരിക്കുക. രണ്ടാമത് ഒരു ബോക്സ് ആണ്. നമുക്ക് എ ബോക്സിൽ ജോൺ റേ, കാൾ ലിനേയസ്, ഏർണസ്റ്റ് ഹെയ്ക്കൽ, റോബർട്ട് എച്ച് വിറ്റാക്കർ, അരിസ്റ്റോട്ടിൽ ഇവരുമായി വരുന്ന പ്രസ്താവനകൾ ഏതാണെന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. 3. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഗ്രൂപ്പിൽ പെടാത്തതേത്? മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ത്? അടുത്തത് 4. ആവാസ വ്യവസ്ഥയും ജീവമണ്ഡലവും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? വിശദമാക്കുക. 5. ജൈവ വൈവിധ്യത്തിന്റെ 3 തലങ്ങൾ ഏതെല്ലാം എന്ന് വിശദീകരിക്കുക.
6. ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വിശദീകരിക്കുക. 7 ബോക്സ് ആണ്. പരാതിജീവനം, ഇരപിടുത്തം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം. ഇതുമായി ബന്ധപ്പെട്ട് ബി ബോക്സിൽ ഏതാണ്? സി ബോക്സിൽ അതിന്റെ എക്സാമ്പിൾ ഉദാഹരണം ഏതാണെന്ന് നിങ്ങൾ മാച്ച് ചെയ്യുക. 8 ഒരു കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖലയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അത് പരിശോധിച്ച് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നെൽച്ചെടി ബാക്ടീരിയയിലാണ് കുട്ടി കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖല ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത്? അതിനുള്ള ന്യായീകരണം എന്ത്? ബി ബാക്ടീരിയ പോലുള്ള വിഘാടകർ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? സി ബാക്ടീരിയ അല്ലാത്ത മറ്റു വിഘാടകർക്ക് ഉദാഹരണം എഴുതുക. 9 കോശ സിദ്ധാന്തം എന്നാൽ എന്ത്? സെൽ തിയറി ആണ്. 10 പദജോടി ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കണം. വിട്ട ഭാഗം. സസ്യകോശം യൂക്കാരിയോട്ടാണ്. അപ്പൊ എന്താണ് പ്രോകാരിയോട്ട് എന്ന് എഴുതണം. അടുത്തത് ഊർജത്തിന്റെ സംഭരണ വിതരണ കേന്ദ്രം ഏതാണെന്നും എഴുതണം. 11 ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ സസ്യകോശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് മാത്രം തെരഞ്ഞെടുത്ത് എഴുതുക. അത് ഞാൻ വായിക്കുന്നില്ല. 2 എണ്ണം സസ്യകോശവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണെന്ന് സെലക്ട് ചെയ്ത് എഴുതണേ. അടുത്തത് 12 ആണ്. ചില കോശാംഗങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. തുടർന്ന് നൽകിയിരിക്കുന്ന ബോക്സിൽ നിന്ന് അനുയോജ്യമായവ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ എയിലുള്ളത് പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ എന്നിവ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ സഹായിക്കുന്നു. ബി സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. സി പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം. ഡി അന്നജം, എണ്ണ, പ്രോട്ടീൻ സംഭരിക്കുന്നു. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ താഴത്തെ ബോക്സുകളിൽ ഉണ്ട്. അത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നമ്പർ മാത്രം ആ ബോക്സിൽ എഴുതിയാൽ മതിയാവും. നമ്പർ അല്ല, ലെറ്റർ. ഇനി ആൻസർ കീ നോക്കാം. 5 കിങ്ഡം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണം. ബാക്ടീരിയ, പാരമീഷ്യം, കൂൺ, ഈസ്റ്റ് എന്നീ ജീവികളെ പ്ലാന്റ്, അനിമേലിയ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ ഈ പരിമിതി മറികടക്കാൻ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, അനിമേലിയ എന്നിവയാണ് 5 കിങ്ഡങ്ങൾ. ആ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നമ്മൾ ഫില്ലിയലാണ്. ജോൺ റേ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചു. 2 കാൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. 3 ഏണസ്റ്റ് ഹെക്കൽ ജീവികളെ 3 കിങ്ഡങ്ങളായി വർഗീകരിച്ചു. അടുത്തത് 4 റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ചു. 5 അരിസ്റ്റോട്ടിൽ ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ, ഇല്ലാത്തവ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചു. അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന ഗ്രൂപ്പിൽ പെടാത്തതിന്റെ സവിശേഷതയും കൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉത്തരം. ഓപ്ഷൻ എയില് ഈച്ച, പൂമ്പാറ്റ, പുൽച്ചാടി അല്ലെ, ഇതെല്ലാം ഷഡ്പദങ്ങളാണ്. എന്നാൽ ഇവിടെ പല്ലി ഒരു ഉരകമാണ്. ഓക്കെ, അതുകൊണ്ട് അത് ഗ്രൂപ്പിൽ പെടില്ല. ഇനി ഓപ്ഷൻ ബിയില് പൂച്ച, നായ, കടുവ ഇത് സസ്തനികളാണ്. പാമ്പ് ഒരു ഉരകമാണ്. അതാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ സിയില് കമുങ്ങ്, തെങ്ങ്, പന ഇതെല്ലാം ഒറ്റത്തടിയുള്ള സസ്യങ്ങളാണ്. പക്ഷെ പ്ലാവ് ശാഖയുള്ള ഒരു മരമാണ്. അപ്പൊ പ്ലാവാണ് കൂട്ടത്തിൽ പെടാത്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4 ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ജീവമണ്ഡലം. 5 നമുക്ക് ജൈവ വൈവിധ്യത്തിന്റെ 3 തലങ്ങളാണ്. ആവാസ വ്യവസ്ഥ വൈവിധ്യം, ജീവജാതി വൈവിധ്യം, ജനിതക വൈവിധ്യം. ഇനി നമുക്ക് ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണമാണ് പറയാൻ പോകുന്നത്. പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളും അവിടെയുള്ള ജീവിവർഗങ്ങളെയും സംരക്ഷണമാണിത്. അതിൽ നമുക്ക് ഉദാഹരണം ദേശീയോദ്യാനങ്ങൾ വരും. ഇരവിക്കുളം സൈലന്റ് വാലി പോലുള്ള ദേശീയോദ്യാനങ്ങൾ. വന്യജീവി സങ്കേതങ്ങൾ വരും. പെരിയാർ വന്യജീവി സങ്കേതം. ബയോസ്ഫിയർ റിസർവുകൾ, നീലഗിരി ബയോസ്ഫിയർ റിസർവ് എക്സാമ്പിൾ ആണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ, കടലുണ്ടി, വള്ളിക്കുന്നൊക്കെ വരും. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്, ഹിമാലയം, പശ്ചിമഘട്ടം. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. പഠിക്കുമ്പോൾ ഉദാഹരണ സഹിതം പഠിക്കുക. ഇനി 7 പരാദജീവനത്തിന് 1 ഇ ആണ് കേട്ടോ. 1 ഗുണകരം മറ്റേതിന് ദോഷകരം. പൂച്ചയും ചെള്ളും. 2 ഇരപിടുത്തം 1 ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. കടുവയും മാനും. കമൻസലിസം 1 ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. മരവാഴയും മാവും. മ്യൂച്വലിസം 2 ജീവികൾക്കും ഗുണകരം. പൂമ്പാറ്റയും പൂവും. മത്സരം തുടക്കത്തിൽ 2നും ദോഷം, പിന്നീട് വിജയിക്കുന്നതിന് ഗുണം. കളയും വിളയും.
ഇനി 8ാമത്തെ ചോദ്യം, കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖല ശരിയാണോ? അല്ല. എക്സ്പ്ലനേഷൻ ആണ്. ആഹാര ശൃംഖലയിൽ ഉൽപാദകരെ ഭക്ഷിക്കുന്ന പ്രാഥമിക ഉപഭോക്താക്കൾ, അവയെ ഭക്ഷിക്കുന്ന ദ്വിതീയ ഉപഭോക്താക്കൾ എന്നിങ്ങനെ ഒരു ക്രമം ഉണ്ടാകണം. വിഘാടകർ ആഹാര ശൃംഖലയുടെ അവസാനമാണ് വരുന്നത്. ഇവിടെ നെൽച്ചെടിയെ നേരിട്ട് ബാക്ടീരിയ ഭക്ഷിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇത് ശരിയായ ഭക്ഷ്യശൃംഖലയല്ല. ഒരിക്കലും നെൽച്ചെടീനെ നേരിട്ട് വന്ന് ബാക്ടീരിയ ഭക്ഷിക്കില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ബാക്ടീരിയ പോലുള്ള വിഘാടകർ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? പ്രകൃതിയിൽ ജൈവ വസ്തുക്കൾ മണ്ണിൽ ലയിക്കാതെ കിടക്കുകയും പോഷകങ്ങൾ പുനരുപയോഗം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. സിയുടെ ആൻസർ വരുന്നത് ഉദാഹരണമാണ്. ബാക്ടീരിയ അല്ലാത്ത വിഘാടകർക്ക് ഉദാഹരണം ഫംഗസ് ആണ്. കൂണ്, ഈസ്റ്റ് പോലുള്ള ഫംഗസുകൾ ബാക്ടീരിയകൾക്കൊപ്പം പ്രധാന വിഘാടകരായി പ്രവർത്തിക്കുന്നു. അടുത്തത് കോശ സിദ്ധാന്തം. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അടുത്തത് 10ാമത്തെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ജന്തുകോശം, പ്രോകെരിയോട്ടാണ്. മൈറ്റോകോൺട്രിയോൺ ആണ് ഊർജത്തിന്റെ സംഭരണ വിതരണ കേന്ദ്രം. 11 ഇത് രണ്ടുമാണ് ശരി കേട്ടോ. ജൈവ കണങ്ങൾ കാണപ്പെടുന്നു. താരതമ്യേന വലിയ ഫേനം ഉണ്ടായിരിക്കും. 12 എയുടെ ആൻസർ വരുന്നത് സി ആണ്, അതായത് അന്തർദ്രവ്യ ജാലിക. ബിയുടെ ആൻസർ ഇ ആണ്, ഹരിതകണം. സിയുടെ ആൻസർ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം റൈബോസോമാണ്. അന്നജം, എണ്ണ, പ്രോട്ടീൻ സംഭരിക്കുന്ന ബി ശ്വേതകണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം പാഠപുസ്തകം അടിസ്ഥാനമാക്കി തന്നെ തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.